ഇതെന്താണെന്നറിയോ? ഇത് ബീ വാക്സ് ആണ്. അതായത് തേനീച്ചയുടെ കൂട്. തേൻ കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. പ്യൂരിഫൈ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. പക്ഷെ ഇതിൽ അഴുക്കുകളൊന്നും പോവില്ല. പിന്നെയും പിന്നെയും പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെറ്റൽ രൂപത്തിലാവും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കാതെ കട്ടിയായിട്ട് ലിപ് ബാം കിട്ടുന്നത്, ഇതെന്താണ് കേടാവാത്തത് എന്നൊക്കെ. ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കട്ടിയാവും. വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാലൊന്നും വീണ് പോവില്ലാന്നേ. കാര്യം വെള്ളം പോലെയല്ലേ നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യും, അതുപോലെ തന്നെ ഓയിൽസ് ആഡ് ചെയ്യും, ബട്ടർ ആഡ് ചെയ്യും, പിന്നെ ഈ ബീ വാക്സും ഇതെല്ലാം ഒരു നിശ്ചിത അളവിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിപ് ബാം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നാച്ചുറലായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടെന്നേ. ഇതൊരു അറിവായിട്ട് എടുത്തോളൂ.